നമസ്കാരം. ശ്രീ ഭൂവരാഹനാഥ സ്വാമി ടെമ്പിൾ, അതായത് മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തിൻ്റെ ക്ഷേത്രമായ ഈ ക്ഷേത്രം ഭൂമിയുടെ എന്ത് പ്രശ്നങ്ങളും തീർക്കും എന്നാണ് പറയപ്പെടുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 160 കിലോമീറ്റർ അകലെയുള്ള മാണ്ഡ്യയുടെ സൈഡിലായി ഒരു കൊച്ചു ഗ്രാമത്തിൽ, അതായത് ഗ്രാമത്തിൻ്റെ പേര് കാലഹള്ളി എന്നാണ്. അതായത് മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. ശരിക്കും ബാംഗ്ലൂർ ടു കാലഹള്ളി എന്ന് പറയുകയാണെങ്കിൽ 183 കിലോമീറ്ററാണ് ഉള്ളത്. പലരും പല ഭാഗത്തു നിന്നാകുമ്പോൾ ഒരു 160 കിലോമീറ്റർ. ഇവിടെ പലതരത്തിലുള്ള പൂജയുണ്ട്. അതായത് മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് വീട് കെട്ടുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ലാൻഡ് സംബന്ധമായി വാങ്ങുമ്പോഴോ അതിൻ്റെ കേസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പോയി ഒരു പൂജ കഴിച്ച് അവിടെ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് പൂജാ സാധനങ്ങളോടൊപ്പം ഈ മണ്ണും അവിടെ ഒരു മന്ത്രം ചൊല്ലിപ്പിക്കും. നമ്മൾ 200 രൂപയുടെ ചീട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റോളം മന്ത്രം ചൊല്ലിപ്പിച്ച് ആ പൂജ മണ്ണിൽ പൂജ സാധനങ്ങളും അതിനോടൊപ്പം തന്നെ തീർത്ഥവും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നമ്മുടെ കയ്യിൽ തരും. അത് വെച്ച് 11 വട്ടം ഈ അമ്പലം മുഴുവൻ വലം വെച്ച് വരണം. അത് കഴിഞ്ഞ് സ്വാമിയുടെ ദർശനവും കൂടി കഴിഞ്ഞ് വരാഹ സ്വാമിയുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹമൂർത്തിയെ തൊഴുത്, ലക്ഷ്മി സമേതനായ വരാഹമൂർത്തിയാണ്. 11 വലം വെച്ച് ലക്ഷ്മി സമേതനായ വരാഹമൂർത്തിയും കൂടെ തൊഴുത് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി പോയി ആ പ്രാർത്ഥന ചെയ്യാവുന്നതാണ്. വരാഹവദനം സൗമ്യം സർവപാത വിനാശനം സർവസൗഭാഗ്യദായകം നമാമി വരാഹം ഹരി. യസ്യ സൃഷ്ടിസ്ഥിതി ധ്വംസ ശക്തിരേക്ഷാ ജഗത്പദേ തസ്യ രൂപം ഇദം പുണ്യം ധ്യായേച്ഛുദ്ധമദീഹ സദാ. ദൈത്യാനാം ഹൃദയം ഹന്യാത് ദുരിതാനി വിനാശയേത്. ദാരിദ്ര്യം ഹരതേ നിത്യം വരാഹസ്യ വിലോകനം. ഭക്തപ്രിയം ദയാസിന്ധും സർവാഭീഷ്ടപ്രദായകം സംസാരസാഗരം നൂനം ತರಣಂ ಯತ್ರ ದೃಶ್ಯತೆ. ಪ್ರತಿನಿತ್ಯ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಪೂಜೆ ಮಾಡಬೇಕು. ನೀವೇನ್ ಸಂಕಲ್ಪ ಮಾಡ್ಕೊಂಡಿದ್ದೀರಾ ನಿಮ್ಮ ಎಲ್ಲಾ ಕೆಲಸಗಳು ನೆರವೇರೋವರೆಗೂ ಪ್ರತಿ ದಿವಸ ಪೂಜೆ ಮಾಡಿ ನಿಮ್ಮ ಎಲ್ಲಾ ಕೆಲಸಗಳು ನೆರವೇರಿದ ಮೇಲೆ ಮತ್ತೆ ಬಂದು ಇಲ್ಲಿ ಸ್ವಾಮಿಗೆ ಯಥಾಶಕ್ತಿ ನಿಮ್ಮ ಹರಕೆ ಕಾಣಿಕೆಯನ್ನ ಸಲ್ಲಿಸಿ ಮತ್ತೆ ಮನೆಗೆ ಹೋಗಿ ಕೊನೆಯದಾಗಿ ಒಂದು ಪೂಜೆ ಮಾಡಿ ಮೃತ್ತಿಕೆಯನ್ನ ತುಳಸಿ ಕಟ್ಟೆಗೆ ವಿಸರ್ಜನೆ ಮಾಡಬೇಕು. ಬೇರೆ ಎಲ್ಲೂ ಹಾಕಬಾರದು. വരാഹവദനം സൗമ്യം എല്ലാ അപകടങ്ങളെയും നശിപ്പിക്കുകയും എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന സൗമ്യമുഖമുള്ള വരാഹനെ, അതായത് പന്നിയുടെ തലയുള്ള രൂപം ഞാൻ നമിക്കുന്നു. സൃഷ്ടി, പരിപാലനം, സംഹാരം എന്നിവയുടെ ശക്തിയെയാണ് ദേഹത്തിൻ്റെ രൂപം പ്രതിനിധീകരിക്കുന്നത്. ഈ ദിവ്യരൂപത്തെ കാണുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കുകയും പാപങ്ങൾ നശിപ്പിക്കുകയും സമാധാനം നൽകുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഭക്തർക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ലൗകിക അസ്തിത്വത്തിൻ്റെ സമുദ്രം കടക്കാൻ അവരെ സഹായിക്കുന്നു. വരാഹവദനം സൗമ്യം സർവപാത വിനാശനം സർവസൗഭാഗ്യദായകം നമാമി വരാഹം ഹരി. യസ്യ സൃഷ്ടിസ്ഥിതി ധ്വംസ ശക്തിരേക്ഷാ ജഗത്പദേ തസ്യ രൂപം ഇദം പുണ്യം ധ്യായേച്ഛുദ്ധമദീഹ സദാ. ദൈത്യാനാം ഹൃദയം ഹന്യാത് ദുരിതാനി വിനാശയേത്. ദാരിദ്ര്യം ഹരതേ നിത്യം വരാഹസ്യ വിലോകനം. ഭക്തപ്രിയം ദയാസിന്ധും സർവാഭീഷ്ടപ്രദായകം
സംസാരസാഗരം നൂനം തരണം യത്ര ദൃശ്യതേ.